കലോത്സവത്തിന്റെ വിശേഷങ്ങളാണ് ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പദ്യം ചൊല്ലലിൽ ഹിന്ദി പദ്യം ചൊല്ലലിൽ 1ാം സ്ഥാനം ലഭിച്ചിട്ടുള്ള ദേവഹിത കുട്ടിയാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് ദേവഹിതയുടെ വിശേഷങ്ങളിലേക്ക് പോവാം. മോളെ നമസ്കാരം. നമസ്കാരം. മോളെ ഏത് സ്കൂളിൽ നിന്ന് വരുന്നത്? PRMHS പാനൂർ. ഇത് ആദ്യത്തെ പ്രാവശ്യമാണോ ജില്ലാ സ്കൂൾ കലോത്സവത്തില്? UP മുതലേ വരുന്നുണ്ട്. അതെ അല്ലെ. അപ്പൊ ഇനി സംസ്ഥാന തലത്തിലോട്ട് മത്സരിക്കുകയാണ്. ഫസ്റ്റ് ടൈം ആണോ സംസ്ഥാനത്തിലോട്ട് മത്സരിക്കുന്നത്? ശാസ്ത്രമേളയിൽ പോയിട്ടുണ്ട്, കലോത്സവം ആദ്യമായിട്ട്. അപ്പൊ മോള് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം 3ാം സ്ഥാനത്തായിരുന്നു, ഈ പ്രാവശ്യം ഫസ്റ്റ് കിട്ടി. അപ്പൊ അതിന്റെ സന്തോഷം എങ്ങനെയാ? തീർച്ചയായും തേർഡിൽ നിന്ന് ഫസ്റ്റിലേക്ക് വരിക എന്ന് വെച്ചാൽ ഒരു വലിയ കാര്യമാണ്. പിന്നെ സ്റ്റേറ്റിലേക്ക് മത്സരിക്കാന്ന് പറയുമ്പോൾ അത് അതിലേറെ സന്തോഷം. അപ്പോൾ മത്സരിക്കാടെ നല്ല വിജയം കാഴ്ചവെക്കുക എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇവിടുന്ന് കിട്ടിയതിൽ ഞാൻ അതിയായ സന്തോഷവതിയാണ്. ഹിന്ദി പദ്യം ചൊല്ലലല്ലേ, അപ്പൊ എന്തുകൊണ്ടാണ് ഹിന്ദി, പൊതുവിൽ ഹിന്ദി ഒരു ടഫായ വിഷയമായിരിക്കും പലർക്കും. അപ്പോൾ മോള് എന്തുകൊണ്ടാണ് ഒരു ഹിന്ദി പദ്യം ചൊല്ലല് തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരുന്നു? എൻ്റെ സ്കൂളിലെ ഹിന്ദി അധ്യാപികയാണ് അമ്മ. അമ്മയാണ് എന്നെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അമ്മക്ക് പറഞ്ഞുതരാൻ പറ്റുമല്ലോ. പിന്നെ ഞാൻ പദ്യം പണ്ട് മുതലേ ചൊല്ലുന്നതാണ്, അതുകൊണ്ട് ഹിന്ദി പദ്യം. എന്ന മോള നമുക്ക് വേണ്ടിയിട്ട് ആ പദ്യം അവിടെ അവതരിപ്പിച്ചിട്ടുള്ള അതിന്റെ കുറച്ച് ഭാഗം നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെയ്യാവോ? ഓക്കെ, തുടങ്ങട്ടെ. ഇൻട്രോ വേണ്ടല്ലോ. हर वक्त यही जताया जाता है, कहीं अकेली हूँ मैं, क्यों हर बार जहन में आता है कि एक लड़की हूँ मैं दुर्गा हूँ, मैं शक्ति हूँ, मैं एक माँ, एक स्त्री हूँ, किसी की बहन, किसी की बहू, तो किसी की घर की पुत्री हूँ मैं, मगर हर वक्त यही जताया जाता है, कहीं अकेली हूँ मैं। क्या वो बीती कुछ वारदातें याद है तुम्हें? और अगर याद नहीं तो आज याद दिलाऊं तुम्हें, वो सन्नाटे में शोर मचाती दिल दहलाती रातें, हाँ वही वही काली अंधेरी गला कोंड देने वाली रातें. അടിപൊളി. അപ്പൊ മോള് ഈ ഹിന്ദി ഫ്ലുവന്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും റെഫറൻസ് ചെയ്യോ? എങ്ങനെയാ, നമ്മള് ഒരുപാട് ഹിന്ദി സിനിമകൾ കാണോ? അതെങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ? അങ്ങനെയൊന്നുമില്ല. ഹിന്ദി പറയുന്നത് മനസ്സിലാവും, അപ്പൊ യൂട്യൂബ് നോക്കി പഠിക്കും. പിന്നെ അമ്മ കറക്റ്റ് ചെയ്തു തരും. ഹിന്ദി അധ്യാപികയാണല്ലോ, അപ്പൊ അതിന്റെ തെറ്റെല്ലാം മനസ്സിലാവും. പിന്നെ ഓരോ വേരിയേഷൻസും സംഭവങ്ങളൊക്കെ അമ്മ പറഞ്ഞുതരും. അമ്മ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പൊ മോള് ശരിക്കും മോളുടെ താല്പര്യത്തിൽ തന്നെയാണോ മത്സരിക്കാൻ വന്നത്? അമ്മ നിർബന്ധിച്ചിട്ട് വന്നതാണ്? ഒരിക്കലല്ല, എന്റെ താല്പര്യമായിരുന്നു ഹിന്ദി എടുക്കണമെന്ന്. ആദ്യമായിട്ട് 5ാം ക്ലാസ്സിന് ചെയ്തപ്പോ അമ്മ ഹിന്ദി തന്നു, ഞാൻ പഠിച്ചു. അതിനുശേഷമാണ് എനിക്ക് അതിലേക്ക് താല്പര്യമുണ്ട്, എന്നെ കൊണ്ട് പറ്റുന്ന മനസ്സിലാക്കിയതിന് ശേഷമാണ് അമ്മ കൂടുതലായിട്ട് എന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു, മെയിൻ പോയിന്റ്സ് ഞാൻ ഇനി എന്തൊക്കെ മാറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ 10th എത്തിയപ്പോൾ സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റും. എത്ര പേരുണ്ടായിരുന്നു ഇവിടെ മത്സരിക്കാൻ? ഒരുപാട് ടഫായ മത്സരമായിരുന്നോ? ശരിക്കും അതെ, നല്ല മത്സരമായിരുന്നു. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായിരുന്നു. ആയിരിക്കാന്ന് നമുക്ക് തന്നെ ജഡ്ജസിന് തന്നെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് കിട്ടി. പൊതുവിൽ ഈ മറ്റുള്ള ഇന്നൊക്കെ പറയുന്നത് നമ്മൾ സ്റ്റേജിൽ അവതരിപ്പിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് പ്രാക്ടീസിന് ഒരുപാട് വേറെ സമയം വേണം. പക്ഷെ നമ്മുടെ ഹിന്ദി പദ്യമാണ്, നമുക്ക് പഠിക്കുമ്പോൾ അത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ മോൾ എങ്ങനെയാണ് ഇത് പഠിക്കുമ്പോൾ തന്നെ ഇത് ഹിന്ദി പദ്യം പഠിച്ചെടുക്കുവോ? എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ചിലപ്പോൾ ചിലർക്ക് താല്പര്യം ഉണ്ടാവും, പക്ഷെ ഇത് അറിയില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ആ കാര്യം ഒന്ന് മോള് പറയോ എങ്ങനെയാണ്? ഞാൻ സ്കൂൾ കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം രാത്രിയത്തെ ചെറിയ സമയമാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ശാസ്ത്രമേള സ്റ്റേറ്റ് അത് മെഞ്ഞാന്നാണ് കഴിഞ്ഞ വീട്ടിലെത്തിയത്. ശേഷം ഇന്നലെ നോക്കിയതാണ്. അമ്മ കറക്റ്റായിട്ട് പറഞ്ഞു തന്നു, അത് വെച്ച് പോയി. വീട്ടിൽ നിന്നുള്ള ചെറിയൊരു ടൈം നമ്മളത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന കൂടെ ആക്ഷനും കൂടി ഇട്ട് കഴിഞ്ഞാൽ സാധനം നന്നായിട്ട് ചെയ്യാൻ പറ്റും. വേറെ ഏതെങ്കിലും ഇനത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ, പങ്കെടുക്കുന്നുണ്ടോ മോള്? പാട്ട് പാടുമോ മോള്? പാട്ട് പാടൂല, ഇങ്ങനെ പദ്യം ചൊല്ലും. വേറെ മലയാളം പദ്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും രണ്ടുപേരും നമുക്ക് വേണ്ടിയിട്ട്? മലയാളം പദ്യം ഇല്ല, ഇംഗ്ലീഷ് പദ്യം വേണമെങ്കിൽ. എന്നാ അതുകൂടെ. തമിഴ് പദ്യം ഇന്ന് മത്സരിച്ചു ഇവിടെ. എന്നാ അതെങ്കിലും അത് ഒരു ചെറിയ തമിഴാണെങ്കിൽ തമിഴ്. ഓക്കെ. வாரும் வள்ளுவரே, மக்கள் பண்பில்லாதவர் என்ன சொன்னி, மரமின்றி மரமின்றால் அவ்வளவு மட்டமா, வணக்கம் அவ்வை, நீட்டுமலை வாசியாய் யாரின்றி, நெற்று மரங்களின்றி, மரங்களென்றால் அத்தனை இழிவா, பக்கத்தில் யாரது, பாரதி தானே, பஞ்சாலி மீற்றாது பாமரரே என்னதென்று, நெற்று மரங்களின்றி மரங்களென்றால் அவ்வளவு கேவலமா,
ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ നിങ്ങൾ വിഷയാടിസ്ഥാനത്തിലാണോ പഠിക്കുക, അതോ നിങ്ങൾ ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന പദ്യങ്ങൾ മാത്രമേ പഠിക്കുന്നുണ്ടോ? അതെങ്ങനെയാ അതിന്റെ കാര്യങ്ങൾ? അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള പദ്യം എടുക്കാം. ഞാൻ എടുത്തത് ഒരു വെറൈറ്റി ആയിട്ടുള്ള കവിതയാണ്, അങ്ങനെ ആരും ചൊല്ലാത്ത, ഈ ആവർത്തിച്ച് വരുന്ന മാമുജെ ഡർ ലഗ്താ ഹേ അങ്ങനത്തെ കവിതകളുണ്ട്. ഈ ആവർത്തനത്തിന് മാർക്ക് കുറവാണ്. അപ്പൊ ഈ കവിത ഒരു പുതിയ കവിതയാണ്, അത് ചൊല്ലി. അപ്പൊ ഇനി തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ കണ്ണൂരിന് അഭിമാനമാകുന്ന രീതിയിലേക്ക് വരുമോ? എങ്ങനെയാ സംസ്ഥാന തലത്തിൽ ഫസ്റ്റ് അടിച്ചെടുക്കുവോ? ശ്രമിക്കും, എന്റെ മാക്സിമം ചെയ്യും. അപ്പൊ മോക്ക് എല്ലാവിധ ആശംസകളും നേരെയാണ്. എന്തായാലും സംസ്ഥാന തലത്തിലും മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഉണ്ടാവട്ടെ. എന്തായാലും നമ്മുടെ കണ്ണൂർ വിഷന്റെ വക ചെറിയൊരു ഗിഫ്റ്റ്. താങ്ക് യു. ഓക്കെ.